കേരളത്തെക്കുറിച്ച് ഒരാളും നല്ലത് പറയാൻ വേണ്ടി പാടില്ല. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാക്കന്മാരും എടുക്കുന്ന നിലപാട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂർ. ശശി തരൂർ കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞത് CPM എഴുതി കൊടുത്ത ആ സാധനം വായിക്കല്ല ചെയ്തത്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ എവിഡൻസ് വെച്ചിട്ടാണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് ശശി തരൂർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ബ്ലോവർ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. ഏത് വിഷയമാണ് നടപ്പിലാക്കാൻ പറ്റണം എന്ന് ഈ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കേരളത്തിൻ്റെ വികസന രംഗത്ത് കേരളം നശിച്ച് നാറാണക്കല്ലെടുക്കണം എന്ന ചിന്തയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആണ് UDF-ലുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ എന്ത് നീക്കങ്ങളും തെരഞ്ഞെടുപ്പിലാക്കി ജനങ്ങളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കേരളത്തെക്കുറിച്ച് ഒരാളും നല്ലത് പറയാൻ വേണ്ടി പാടില്ല. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാക്കന്മാരും എടുക്കുന്ന നിലപാട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂർ. ശശി തരൂർ കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞത് CPM എഴുതി കൊടുത്ത ആ സാധനം വായിക്കല്ല ചെയ്തത്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ എവിഡൻസ് വെച്ചിട്ടാണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് ശശി തരൂർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ ആ ശശി തരൂരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി വരെ പുറപ്പെട്ട ഒരു സംഘടനയാണ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് ശശി തരൂരിൻ്റെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി ആണ് പദ്ധതി ഇട്ടത്. അത് ഹൈക്കമാൻഡ് ഇടപെട്ട് ആ സമരം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പം നല്ല കാര്യം ആര് പറയുന്നോ അത് കേരളത്തെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ വേണ്ടി പാടില്ല. കേരളം എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, വ്യവസായ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലും അങ്ങനെ തുടർന്നുള്ള ഏത് മേഖലകളിലും, ടൂറിസം പോലെയുള്ള എല്ലാ മേഖലകളിലും കേരളത്തിൻ്റെ കുതിച്ചുചാട്ടമാണ്. ഇപ്പോൾ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് വ്യവസായ മേഖലയിൽ എത്താ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നല്ല. അത് മന്ത്രി P. രാജീവ് അടക്കമുള്ള മന്ത്രിയെയും മന്ത്രിസഭയെയും അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ബ്ലോവർ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. ഏത് വിഷയമാണ് നടപ്പിലാക്കാൻ പറ്റണം എന്ന് ഈ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കേരളത്തിൻ്റെ വികസന രംഗത്ത് കേരളം നശിച്ച് നാറാണക്കല്ലെടുക്കണം എന്ന ചിന്തയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആണ് UDF-ലുള്ളത്. അതുകൊണ്ടാണ് അവരിപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കള്ളത്തരം മാത്രം പറയാം, നുണ മാത്രം പ്രചരിപ്പിക്കാം. ഇതാണ് അവരുടെ കനകലും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കേരളത്തിൻ്റെ നന്മകൾ കാണാൻ വേണ്ടി പാടില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടത് പറയുമ്പോൾ അതിനെതിരെ അവർ തിരിയും. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു പ്രധാനപ്പെട്ട നേതാവാണല്ലോ ശശി തരൂർ. ശശി തരൂർ ഈ വിഷയം പറഞ്ഞപ്പോൾ സർക്കാരിന് അതിനെക്കുറിച്ച് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടില്ല കാര്യമായിട്ട്. കാരണം കേരളത്തിൽ വ്യവസായം നടത്തുന്ന പല വ്യവസായികൾ തന്നെയാണ് അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുള്ളത്. വ്യവസായികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വ്യവസായ സംരംഭം ആരംഭിക്കണം എന്ന് പറഞ്ഞ് ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അതിനുള്ള ഓർഡിനൻസ്, വ്യവസായം നടത്താനുള്ള പശ്ചാത്തലം ഞങ്ങൾക്ക് ഒരുങ്ങുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിൻ്റെ മാറ്റം. കേരളത്തിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ശശി തരൂർ പറഞ്ഞിട്ട്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ കേരളത്തിലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം, ഇന്ത്യയിൽ എന്നതിനപ്പുറം ലോകമറിയുന്ന ഒരു ബുദ്ധിജീവിയാണ് ശശി തരൂർ. ശശി തരൂർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. അത് സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രൂപത്തിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വ്യാവസായിക മേഖലയിൽ കേരളത്തിൻ്റെ മുന്നേറ്റം 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളമാണ് ഒറ്റയടിക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇത് ഇങ്ങനെ 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് 2ഉം 3ഉം സ്ഥാനത്തുള്ളത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ബീഹാർ, അതുപോലെ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളെ പിറകിലാക്കിയാണ് നമ്മുടെ ഈ കുതിച്ചുചാട്ടം. അങ്ങനെ വരുമ്പോൾ ആ സത്യം ഉണ്ടായ കാര്യം ശശി തരൂർ വിളിച്ചു പറയാം. ആ പറയുന്നതിനോട് പ്രതിപക്ഷത്തിന് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ എന്ത് നീക്കങ്ങളും തെരഞ്ഞെടുപ്പിലാക്കി ജനങ്ങളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്.
നമുക്കറിയാം കേരളത്തിൽ എന്ത് വികസനം എടുത്തു നോക്കിയാലും എല്ലാ വികസന കാര്യങ്ങളിലും എതിർപ്പ് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം പോകുന്നത്. പക്ഷെ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ നമുക്ക് കേരളത്തിനും ലോകത്തിനും മുന്നിൽ കാണിച്ചു കൊടുത്ത വികസന കാഴ്ചപ്പാടുകളുണ്ട്. വികസനം എന്താണെന്ന് അത് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഈ വ്യാവസായിക മേഖലയിലുള്ള മുന്നേറ്റം. ഇന്ത്യയിൽ ഒന്നാമത് എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ചുറ്റുപാട് എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പല വികസന നേട്ടങ്ങളും. നടക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗെയിൽ, ഇതൊക്കെ നമുക്ക് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ പുതിയ നയം വരുന്നുണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത്, സ്വകാര്യ സർവകലാശാലകൾ കൂടെ അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ മക്കള് ഇപ്പോൾ വിദേശത്ത് പോയിട്ട് വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്, അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട്.